നമ്മുടെ പീക്കിരിക്കുട്ടൻ രാവിലെ ബ്രെഡ് കഴിക്കാൻ വരുന്ന പപ്പിക്കുട്ടനോട് കാണിക്കുന്ന അക്രമങ്ങളാണ് കേട്ടോ ഈ കാണാൻ പോണത്. അപ്പോൾ ഇത് ഇന്നലെയാണ് കേട്ടോ. ഇന്നലെ രാവിലെ നമ്മുടെ പപ്പിക്കുട്ടൻ ബ്രെഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 7:30 ആകുമ്പോൾ വന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാനാണ് കേട്ടോ ബ്രെഡ് കൊടുക്കാൻ പോണത്. അപ്പോൾ ബ്രെഡൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പഠിക്കലേക്ക് വന്നു. അപ്പോൾ ഈ പപ്പിക്കുട്ടനെ എന്നെ ഒട്ടും പേടിയില്ല കേട്ടോ. കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് ബ്രെഡ് വാങ്ങിയിട്ട് പോവും. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്തെങ്കിലും കൊടുത്താൽ അത് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോകും കേട്ടോ. അപ്പോഴേക്കും പപ്പിക്കുട്ടൻ എന്നാൽ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും കണ്ടോ ഒരാൾ വന്നിട്ട് ആ ബ്രെഡൊക്കെ കടിച്ചെടുക്കുകയാണ് കേട്ടോ. അത് പപ്പിക്കുട്ടന് കൊടുക്കണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കാറ്റ് ഫുഡും പാലൊക്കെ കഴിച്ചതാണ് ഈ പീക്കിരിക്കുട്ടൻ. ഞാൻ രാവിലെ ഒരു ബ്രെഡും കൊടുത്തു കേട്ടോ. കാരണം പീക്കിരിക്കുട്ടൻ ഇപ്പോൾ ബ്രെഡ് കഴിക്കേണ്ട, ഈ പപ്പിക്കുട്ടന് ബ്രെഡ് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം തൊട്ടിട്ട് നമ്മുടെ പീക്കിരിക്കുട്ടന് ബ്രെഡ് വേണം കേട്ടോ. അപ്പോൾ പപ്പിക്കുട്ടൻ്റെ ബ്രെഡൊക്കെ അവിടെ കടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ അങ്ങനെ സ്റ്റെപ്പിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പിക്കുട്ടന് പേടിയായി. പീക്കിരിക്കുട്ടനെ കണ്ടപ്പോൾ വരാതെയായി കേട്ടോ. പീക്കിരിക്കുട്ടന് ഭയങ്കര പേടിയാണ് പപ്പിക്കുട്ടന്. അപ്പം നമ്മുടെ ബബിള് കുട്ടനെയും അതേപോലെ നമ്മുടെ ഈ പപ്പിക്കുട്ടന് പേടിയാണ്. ഇവർ രണ്ടുപേരെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പപ്പിക്കുട്ടന് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ മതിലിൻ്റെ അപ്പുറത്തെ കൂടെ സാധാരണ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാറ്. അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ വാങ്ങണതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കൊടുത്തത്. അപ്പോൾ ഈ പീക്കിരിക്കുട്ടന് ഒരു വിശപ്പില്ല കേട്ടോ. അങ്ങനെ കണ്ടമാനം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവൻ ഛർദ്ദിക്കാനും തുടങ്ങും കേട്ടോ. അപ്പം ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് അത് മേടിച്ചിട്ട് അവിടെ കൊടുത്തു കേട്ടോ. ഒരു പൊട്ട അവൻ പിടിച്ചു വാങ്ങി. ബാക്കി ഞാൻ പപ്പിക്കുട്ടനെ തന്നെ ഇട്ട് കൊടുത്തു. കാരണം അത് പപ്പിക്കുട്ടൻ്റെ ഫുഡല്ലേ. അപ്പം അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ബ്രെഡ് കൊടുത്തു, അവൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചു പറഞ്ഞിട്ട് പപ്പിക്കുട്ടനെ തല്ലാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് തല്ലാന്നാണ് കേട്ടോ മനസ്സിൽ പ്ലാൻ. അപ്പം ഞാൻ പൊക്കി എടുത്തിട്ട് കാറിൻ്റെ മുകളിൽ കയറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. കാറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവില്ല. എന്തായാലും നല്ലതൊന്നല്ല പറയണമെന്ന് മനസ്സിലായി. അപ്പോഴേക്കും ബബിളിക്കുട്ടൻ വന്നിട്ട് നമ്മുടെ പട്ടിക്കുട്ടൻ്റെ നിന്ന് പപ്പിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പോവാണ് കേട്ടോ. പപ്പിക്കുട്ടനാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ ക്യാരക്ടറൊക്കെ നല്ലോണം പപ്പിക്കുട്ടൻ അറിയാം. കൊടുക്കാതെ വായിൽ കടിച്ചു പിടിച്ചിട്ട് അങ്ങനെ നീങ്ങി പോവാണ് കേട്ടോ. എന്താ നോക്കിയൊക്കെ ഇവിടുത്തെ 2 വില്ലാളി വീരന്മാരുടെ അംഗങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പീക്കിരിക്കുട്ടൻ വലിയ ഫാൻസൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാം. പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും പറയണം കേട്ടോ. ഇവൻ ഭയങ്കര കില്ലാടിയാണ് കേട്ടോ. ആകെ 3-4 മാസം കഷ്ടി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ. അപ്പം ഇത് വലുതായി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. അപ്പം കാറിൻ്റെ മുകളിൽ നിന്നും ഗേറ്റിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് പപ്പിക്കുട്ടനെ നോക്കാനാണ് ഇങ്ങനെ കയറി നിൽക്കണതേ. ബബിളിക്കുട്ടനോട് ചോദിക്കുകയാണ് കേട്ടോ, എടാ പൊട്ടാ നിനക്കതൊന്നും പിടിച്ച് മേടിക്കാൻ പറ്റിയില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. ഏട്ടനും അമ്മാവനാണ് എന്നുള്ളതൊക്കെ മറന്നുപോയി. പീക്കിരിക്കുട്ടന് ഭയങ്കര കലിപ്പാണ് കേട്ടോ. അത് അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറയണം കേട്ടോ. അപ്പം അതൊക്കെ ഈ ചമ്പിക്കുട്ടിയുടെ വളർത്തു ദോഷമാണ് കേട്ടോ. ചമ്പിക്കുട്ടി നേരാവണം പീക്കിരിക്കുട്ടനെ ഒരു ഗുണ്ടാക്കിയിട്ടാണ് കേട്ടോ വളർത്തിയിരിക്കുന്നത്. ആൺകുട്ടിയാണോ എന്ന് കരുതിയിട്ടാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പൊ ഇന്ന് അതേപോലെ നമ്മുടെ പപ്പിക്കുട്ട ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഓടി വന്നു കേട്ടോ. അവിടെ കാറ്റ് ഫുഡ് കഴിക്കുമായിരുന്നു. കാറ്റ് ഫുഡ് അവിടെ ഇട്ടിട്ട് ഓടി വന്നു. അപ്പൊ റോഡിൽ ഇറങ്ങിയിട്ട് ബ്രെഡ് എടുക്കാൻ പീക്കിരിക്കുട്ടന് ഭയങ്കര പേടിയാണ് കേട്ടോ. അതുകൊണ്ട് മാത്രം നമ്മുടെ പപ്പിക്കുട്ടന് സുഖമായിട്ട് കഴിക്കാനും